2018 ദീപാവലി ഏതൊരു വിജയ ആരാധകനും ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടി കാത്തിരുന്ന സിനിമ റിലീസ്. ആ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. മെർസൽ എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം വരുന്ന വിജയ് സിനിമ, തളപതി 62, സൺ പിക്ചേഴ്സ് എന്ന വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അണ്ടറിൽ വരുന്ന വിജയുടെ വലിയൊരു സിനിമ, കൂടാതെ AR റഹ്മാൻ മ്യൂസിക്കൽ. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല സിനിമയുടെ മെയിൻ അട്രാക്റ്റീവ് പോയിന്റ്. എപ്പോഴൊക്കെ ഒന്നിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് മാത്രം സമ്മാനിച്ചിട്ടുള്ള ആ ആക്ടർ ഡയറക്ടർ കോംബോ വീണ്ടും വരുന്നു. 2012 തുപ്പാക്കി, 14 കത്തി എന്നീ 2 സിനിമകൾക്ക് ശേഷം AR മുരുകദോസിൻ്റെയും വിജയുടെയും മൂന്നാമത് കൊളാബറേഷൻ. ഈ ഒരൊറ്റ കാര്യം തന്നെയായിരുന്നു സിനിമയുടെ ഹൈപ്പിന് കാരണം. പക്ഷേ ആ സിനിമ ഇന്ന് അറിയപ്പെടുന്നത് വിജയുടെ കരിയറിലെ ഹയസ്റ്റ് ഗ്രോസറോ മുരുകദോസിൻ്റെ കരിയർ ബെസ്റ്റോ ഒന്നുമായിട്ടല്ല, മറിച്ച് വിവാദങ്ങൾ നിറഞ്ഞ ഒരു സിനിമ റിലീസും വിവാദങ്ങൾ നിറഞ്ഞ ഒരു സിനിമയും. അങ്ങനെയാണ് ആ സിനിമ ഇന്നറിയപ്പെടുന്നത്. അതെ, നമ്മളിന്ന് സംസാരിക്കുന്നത് 2018 റിലീസ് ചെയ്ത സർക്കാർ എന്ന സിനിമയെ പറ്റിയാണ്. 2017 അറ്റ്ലി സംവിധാനം ചെയ്ത മെർസൽ എന്ന സിനിമയുടെ റിലീസിന് മാസങ്ങൾക്ക് മുൻപ്, അതായത് ജൂൺ 2017 തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൂമറുകൾ വന്നു തുടങ്ങിയിരുന്നു. സിനിമയുടെ തളപതി 62-ൻ്റെ പ്രൊഡക്ഷനെയും ഡയറക്ടറെയും പറ്റി ഒരുപാട് റൂമറുകൾ. ഒഫീഷ്യലായി ഇത് അനൗൺസ് ചെയ്തത് 2017 ഡിസംബറിലാണ്. അന്ന് വരെയുള്ള വിജയ് കരിയറിലെ സെക്കൻഡ് ഹയസ്റ്റ് ബഡ്ജറ്റിൽ വരുന്ന വലിയൊരു സിനിമ തന്നെയായിരുന്നു സർക്കാർ. 2018 ജാനുവരിയിൽ ഷൂട്ടിംഗ് ആരംഭിച്ച് സെപ്റ്റംബർ വരെ നീണ്ടുനിന്ന ഷെഡ്യൂളായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത്. ചെന്നൈ മുതൽ ലാസ് വേഗസ് വരെ നീളുന്ന വലിയൊരു ക്യാൻവാസിലാണ് സിനിമ വരാനിരുന്നത്. സൺ പിക്ചേഴ്സ് ഈ സിനിമയ്ക്കായി ഏകദേശം മുടക്കിയത് 115 കോടിയോളം എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് സർക്കാർ എന്ന സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അവസാനം സിനിമയുമായി ബന്ധപ്പെട്ട് റിലീസ് ചെയ്ത ഒരു അപ്ഡേറ്റ് ആയിരുന്നു 2017 ജൂണിൽ വിജയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. സർക്കാർ ലെറ്റ്സ് ഫൈറ്റ് അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന ടാഗ്ലൈനോട് കൂടിയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. ഇതിലേറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് സിനിമയുടെ ടാഗ്ലൈൻ തന്നെയാണ്. കാരണം വരാനിരിക്കുന്നത് ഒരു സാധാരണ വിജയ് മാസ് മസാല എൻ്റർടൈനർ എന്നതിലുപരി തമിഴ്നാട് പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്ന ഒരു സിനിമ എന്ന നിലയ്ക്കാണ് ആരാധകർ ഇതിനെ കണ്ടത്. കത്തി എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് വിജയ് ഒരു വളരെ സ്റ്റൈലിഷ് ലീഡറായിട്ടാണ് മുരുകദോസ് പ്രസൻറ്റ് ചെയ്തത്. അതൊരു ഫുൾ ഓൺ പൊളിറ്റിക്കലായി വരുമ്പോൾ ആരാധകർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു. വിജയ് എന്ന ലീഡറെയും പൊളിറ്റീഷ്യനെയും ആ സിനിമയിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അങ്ങനെ 2018 നവംബർ 6 സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്തി. ഒരു സാധാരണ വിജയ് സിനിമ എന്നതിലുപരി ആരാധകർ ഇതിനൊരു ആഘോഷമായാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക്കലി സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തത് ഏകദേശം 32 കോടിയോളമാണ്. അന്ന് വരെ തമിഴ്നാട് കണ്ടതിൽ വെച്ച് ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ. സിനിമയെക്കുറിച്ച് ഫസ്റ്റ് ഡേ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നുവെങ്കിലും അത് പിന്നീട് പോസിറ്റീവ് ടു മിക്സഡ് റെസ്പോൺസിലേക്ക് മാറുകയായിരുന്നു. അതിന് ഒരു പരിധിവരെ സ്ക്രീൻ പ്ലേ തന്നെയായിരുന്നു കാരണം. സെക്കൻഡ് ഹാഫിനെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ മുരുകദോസ് നേരിടേണ്ടി വന്നിരുന്നു. വിവാദങ്ങളുടെ തുടക്കം അവിടെ വെച്ചായിരുന്നു. അന്നത്തെ തമിഴ്നാട് ഗവൺമെൻറ് AIADMK പാർട്ടിയാണ്. സർക്കാർ എന്ന സിനിമയിൽ മെയിൻ ആൻറ്റഗോണിസ്റ്റായി വരുന്നത് വരലക്ഷ്മി ശരത് കുമാർ അവതരിപ്പിച്ച കോമളവല്ലി എന്ന ക്യാരക്ടറാണ്. AIADMKയുടെ മുൻ പാർട്ടി ലീഡറും മുൻ തമിഴ്നാട് ചീഫ് മിനിസ്റ്ററുമായ ജയലളിതാമ്മയുടെ ആദ്യ പേര് കോമളവല്ലി എന്നാണ്. ഇത് റൂളിംഗ് ഗവൺമെൻറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറക്കിയ സിനിമയാണ് എന്ന വാദമായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ സിനിമ വളരെയധികം പ്രതിസന്ധികൾ നേരിടുകയായിരുന്നു. സിനിമയുടെ പല ഭാഗങ്ങളും റീസെൻസർ ചെയ്യണമെന്നും ഡിലീറ്റ് ചെയ്യണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ പ്രൊഡക്ഷൻ ഹൗസ് സൺ പിക്ചേഴ്സ് അതിന് സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് വിവാദങ്ങൾ വളരെയധികം രൂക്ഷമായി. വിജയുടെ കട്ടൗട്ട് കത്തിക്കലും ബാനർ കീറലും തിയേറ്ററിന് പുറത്തുള്ള സമരങ്ങളും ഈവൻ തിയേറ്റർ ഉടമകളെ വരെ ഭീഷണിപ്പെടുത്തി സ്ക്രീനിങ് നിർത്തിവെക്കണമെന്ന് വരെ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ എന്ന സിനിമയ്ക്ക് സപ്പോർട്ടായി കമലഹാസനും രജനികാന്തും രംഗത്തെത്തി. സെൻസർഷിപ്പ് കഴിഞ്ഞൊരു സിനിമയെ റീസെൻസർ ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിന് അവകാശമില്ലെന്ന് അവർ വാദിച്ചെങ്കിലും അതിനൊന്നും ഒരു ബലമുണ്ടായില്ല. പ്രഷർ അധികമായപ്പോൾ സൺ പിക്ചേഴ്സ് അതിന് വഴങ്ങുകയും ചെയ്തു. ഒരുപാട് സിനിമകൾ ഡിലീറ്റ് ചെയ്യുകയും സെൻസർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ടൊന്നും വിവാദങ്ങൾ അവസാനിച്ചില്ല. സൺ പിക്ചേഴ്സിൻ്റെ ഉടമ കലാനിധി മാരൻ AIADMKയുടെ ഒപ്പോസിഷൻ പാർട്ടി DMKയുടെ മുൻ പാർട്ടി ലീഡറും ചീഫ് മിനിസ്റ്ററുമായ കരുണാനിധിയുടെ അനന്തരവനായിരുന്നു. സർക്കാർ എന്ന സിനിമയ്ക്ക് 2007 വരുൺ രാജേന്ദ്രൻ എന്ന റൈറ്റർ എഴുതിയ സെങ്കോൽ എന്ന നെയിം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുമായി വളരെയധികം സാമ്യതകളുണ്ടെന്ന് അദ്ദേഹം വാദിക്കുകയും അത് സ്ക്രിപ്റ്റൈസ് അസോസിയേഷൻ്റെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു.
പിന്നീട് കെ ഭാഗ്യരാജ് ഹെഡായിട്ടുണ്ടായിരുന്ന അസോസിയേഷൻ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയുണ്ടായി. ഇവാലുവേഷൻ്റെ റിസൾട്ട് നെഗറ്റീവായിരുന്നു. സർക്കാർ എന്ന സിനിമയ്ക്ക് സെങ്കൂർ എന്ന സിനിമയുമായി ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അത് ഡയറക്ടർ മുരുകദോസ് തന്നെ കോർട്ടിൽ വെച്ച് സമ്മതിക്കുകയുണ്ടായി. ഇതിന് കോമ്പൻസേഷനായി അസോസിയേഷൻ സൺ പിക്ചേഴ്സിനോട് 30 ലക്ഷം രൂപ വരുൺ രാജേന്ദ്രന് കോമ്പൻസേറ്റ് ചെയ്യാനും കൂടാതെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു താങ്ക്സ് കാർഡ് 15 സെക്കൻഡോളം നീളം വരുന്ന ഒരു താങ്ക്സ് കാർഡ് സിനിമയിൽ ആഡ് ചെയ്യാനും വിധിച്ചു. ഇത് അന്ന് മുരുകദോസിൻ്റെ കരിയറിലൊരു ബ്ലാക്ക് മാർക്കായിരുന്നു. കാരണം ഒറിജിൻ സ്റ്റോറീസ് മാത്രം ചെയ്തു തന്നിട്ടുള്ള ഒരു ഡയറക്ടർ, ഫാൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു മുരുകദോസ്. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ സ്പ്ലിറ്റ് ചെയ്യുകയുണ്ടായി. ഒരു തരത്തിൽ അത് അദ്ദേഹത്തിൻ്റെ കരിയറിനെ തന്നെ ബാധിച്ചു എന്ന് പറയാം. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ സർക്കാർ സിനിമ നേരിട്ടു. എന്നിരുന്നാലും തിയേറ്ററിക്കൽ റൺ എൻഡ് ചെയ്യുമ്പോൾ സിനിമ കളക്ട് ചെയ്തത് ഏകദേശം 250 കോടിയിലേറെയാണ്. കൊമേഴ്ഷ്യലി സിനിമ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്. പക്ഷേ ക്രിട്ടിക്കലി ഇതൊരു മീഡിയോക്കോർ സിനിമയാണ്, ഒരു എബോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ സ്ക്രീൻ പ്ലേ കുറച്ചുകൂടി നന്നായിരുന്നുവെങ്കിൽ സർക്കാർ ഇങ്ങനെ ആയിരിക്കില്ല അറിയപ്പെടുകയുണ്ടാവുക. ഈ വിവാദങ്ങളൊക്കെ സർക്കാരിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തേനെ നമ്മളിപ്പോൾ അടുത്ത്. എന്നിരുന്നാലും സർക്കാർ അന്നത്തെ വിജയ് കരിയറിലെ സെക്കൻഡ് ഹയസ്റ്റ് ബഡ്ജറ്റിൽ വന്ന സിനിമ തീർത്തും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നീട് 2019 അറ്റ്ലി വിജയ് കോംബോയിൽ ബിഗിൽ എന്ന സിനിമ സംഭവിക്കുകയുണ്ടായി. അതും കളക്ഷൻ വൈസ് ഹിറ്റാണ്, പക്ഷേ ക്രിട്ടിക്കലി ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മറുഭാഗത്ത് മുരുകദോസിൻ്റെ കാര്യം, അദ്ദേഹം രജനീകാന്തുമായി ഒന്നിച്ച് 2020 ദർബാർ എന്ന സിനിമ റിലീസ് ചെയ്യുകയുണ്ടായി. അതൊരു ഫ്ലോപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ റീസെൻ്റായിട്ട് സൽമാൻ ഖാനുമായി ഒരു സിക്കന്ദർ എന്ന സിനിമ റിലീസ് ചെയ്യുകയും അതും ഫ്ലോപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഇനി സെപ്റ്റംബറിൽ ഇറങ്ങാനിരിക്കുന്ന മദ്രാസി എന്ന സിനിമയിലൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.